ആറാമതാ മയ്യത്ത് നൊമ്പരപ്പെടുന്നത്. ഇന്ന് വരെ നീ നിരുത്സാഹപ്പെടുത്തി കണ്ടുകൊണ്ടിരുന്ന പള്ളിയുടെ പുറകുഭാഗത്ത് വലകെട്ടിയിട്ടിരുന്ന പൊടിയും പടലവുമായി മൂടിയിട്ടിരുന്ന സന്തൂക്കില്ലേ, തുടച്ചുകൊണ്ട് വീടിന്റെ മുമ്പ് കൊണ്ടുവച്ചപ്പോ ആ സന്തൂക്കിനകത്തേക്ക് നിന്റെ മയ്യത്തിനെ എടുത്തു വെക്കുമ്പോൾ ആ സമയത്ത് റൂഹ് വിളിച്ചു പറയുന്നത് എന്തെന്നറിയോ? എന്റെ ബന്ധുക്കളെ, എന്റെ സ്നേഹിതന്മാരെ, തറക്തു ഇംറഅതി അർമില, എന്റെ ഭാര്യ ഈ വീട്ടിനകത്തുണ്ട് ബന്ധുക്കളെ, അവളെ ഞാൻ വിധവയാക്കിയിട്ട് പോവുകയാണ്. ഇന്നലെ വരെ അവൾക്ക് ഞാനുണ്ടായിരുന്നു, ഇന്നലെ വരെ അവളുടെ കൂടെ ഞാനുണ്ടായിരുന്നു, ഇന്നവൾ ഒറ്റയ്ക്കാണ്. വാലൈക്കും അല്ലാ തുദൂഹാ, നിങ്ങൾ അവളെ ഉപദ്രവിക്കല്ലേ, നിങ്ങൾ അവള് കാരണമായിട്ടാണ് ഞാൻ മരിച്ചതെന്ന് പറയല്ലേ. എത്രയോ പേരങ്ങനെ പറയുമല്ലോ. ഭാര്യയും ഭർത്താവും ഹണിമൂൺ ആഘോഷിക്കാൻ പോയപ്പോ, ഊട്ടിയിൽ പോയപ്പോ, കൊടൈക്കനാൽ പോയപ്പോ അപകടമുണ്ടായിട്ട് ഭാര്യ മാത്രം തിരിച്ചു വന്നു, ഭർത്താവ് മരണപ്പെട്ടു പോയി. അങ്ങനെ മരണപ്പെടുമ്പോ നാട്ടിലുള്ള ബന്ധുക്കൾ പറയുമല്ലോ, അത് പെണ്ണിന്റെ ഭാഗ്യക്കേടാണ്, അത് പെണ്ണിന്റെ എരണക്കേടാണ്, മൂദേവി പിടിച്ചവള്, ശാപം പിടിച്ചവള് വന്നു കേറിയപ്പോ എന്റെ മോൻ മരിച്ചുപോയല്ലോ എന്ന് പറയല്ലേ. തന്റെ ഭർത്താവ് പോയി മനസ്സ് ഉടഞ്ഞിരിക്കുന്ന പെണ്ണിനെ നിങ്ങൾ അങ്ങനെ പറഞ്ഞ് വേദനിപ്പിക്കല്ലേ. അബൂദാബിയിൽ മരണപ്പെട്ടു പോയ സഹോദരൻ നാട്ടിലേക്ക് വരാൻ വേണ്ടി തീരുമാനിച്ചിരുന്നവനാണ്. മലപ്പുറം ജില്ലയുടെ തിരൂരെന്ന് പറയുന്ന സ്ഥലത്തുള്ള തന്റെ വീട്ടിലേക്ക് നാട്ടിൽ വരുന്നതിന് 10-20 ദിവസം മുമ്പ് കാർഗോയിൽ സാധനം അയച്ചു. കാരണം ഇവിടുന്ന് ഞാൻ ലീവ് കിട്ടി നാട്ടിലെത്തുമ്പോ ആ സാധനങ്ങൾ അവിടെ എത്തണമെന്ന നിയത്തിലാണ് കാര്യങ്ങൾ ചെയ്തത്. അങ്ങനെ ആ സഹോദരൻ വരുന്നതിന് മുമ്പ് അവിടെ വെച്ച് അപകടത്തിലൂടെ മരണപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ മയ്യത്ത് മലപ്പുറം ജില്ലയുടെ തിരൂര് കൊണ്ടുവന്നിട്ട് ആ സഹോദരന്റെ കബറടക്കം കഴിഞ്ഞു. ആ സഹോദരനെ അടക്കി 3-ാമത്തെ ദിവസമായപ്പോ ആ സഹോദരൻ കാർഗോയിൽ അയച്ച സാധനം വീട്ടിലെത്തുകയാണ്. 1 മാസം മുമ്പ് അയച്ച സാധനം ആ സഹോദരന്റെ മയ്യത്ത് നാട്ടിൽ വന്ന് 3-ന്റെ അന്ന് എത്തുകയാണ്. പ്രിയപ്പെട്ട മാതാവ് പോയി ഒപ്പിട്ട് സാധനം വാങ്ങി. എന്നിട്ട് ആ പെട്ടി അങ്ങോട്ട് പൊട്ടിക്കുമ്പോ അതിലൊന്നാമത്തെ പെട്ടി ഭാര്യയുടെ പേരാണ് എഴുതിയിരിക്കുന്നത്. മരിച്ചുപോയ സഹോദരന്റെ ഭാര്യയുടെ പേരാണ്. ഉടനെ ആ ഉമ്മ ചെയ്ത ക്രൂരത എന്തെന്നറിയോ? ആ പെട്ടിയെടുത്തിട്ട് അകത്ത് ഇരിക്കുന്ന ഭർത്താവ് വിട പറഞ്ഞതിന്റെ നൊമ്പരം കൊണ്ട് മനസ്സുടഞ്ഞു പോയ പെണ്ണിന്റെ അടുത്തേക്ക് ഈ പ്രിയപ്പെട്ട ഉമ്മ പെട്ടി കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു, എന്റെ മോനെ തിന്നവളെ, എന്റെ മോനെ കൊന്നവളെ, ഇതുകൂടി എടുത്തു തിന്നുമ്പോ നിനക്ക് തൃപ്തിയാകുമല്ലോ. ഇതാ നിനക്ക് വേണ്ടി കഷ്ടപ്പെട്ട് എന്റെ മോനുണ്ടാക്കി വെച്ചതെന്ന് പറഞ്ഞ് ആ പെട്ടിയെടുത്ത് ഭാര്യയുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്തെങ്കിൽ നിങ്ങൾ ദ്വാരക്കണേ, ഞാൻ മരിച്ചാൽ എന്റെ ബന്ധുക്കൾ എന്റെ ഭാര്യയെ കുറ്റപ്പെടുത്തും, അവള് ശപിച്ചവളെന്ന് പറയും, അവള് നശിച്ചവളെന്ന് പറയും. അങ്ങനെ ഒരു ദുരന്തം നിങ്ങളുടെ വീട്ടിൽ വരാതിരിക്കാൻ നിങ്ങൾ ദുആ ചെയ്യണേ. വഅലൈക്കും അല്ലാ തുദൂഹാ. വീണ്ടും ആ റൂഹ് പറയുന്നു, വതറക്തു ഔലാദി ഇത്തമാ, എന്റെ മക്കൾ എന്റെ വീട്ടിനകത്തുണ്ട്. ഞാൻ വരാതെ ഉറങ്ങാത്ത മക്കള്, ഞാൻ ചെല്ലാതെ ഭക്ഷണം കഴിക്കാത്ത മക്കള്, വാപ്പ കൊണ്ടുവരുന്ന മുട്ടായി കാത്തിരിക്കുന്ന മക്കള്, ഉപ്പിച്ചാന്ന് പറഞ്ഞ കവളത്ത് ചുംബനം തരാ കാത്തിരിക്കുന്ന മക്കള്, ആ മക്കൾ എന്റെ വീട്ടിന്റെ അകത്തുണ്ട്. മയ്യത്ത് ചുമക്കുന്നവരെ, എന്റെ മക്കൾ എന്റെ വീട്ടിന്റെ അകത്തുണ്ട്. യുത്തമാ,
അവരും യതീമീങ്ങളാ, അവരും അനാഥ മക്കളാണ്, അവരും മുതൽ വാപ്പയില്ലാത്തവരാണ്. അതുകൊണ്ട് വാലൈക്കും അല്ലാത്തുദുഹ, നിങ്ങളായ യതീമക്കളായ എന്റെ അരുമ മക്കളെ ഉപദ്രവിക്കല്ലേ. ഇനി പെരുന്നാളുണ്ടെന്നവർ കൊടുപ്പ് വാങ്ങിച്ചു കൊടുക്കുന്നതാരാ? ഇനി പെരുന്നാളുണ്ടെന്നവരുടെ വിരൽ തുമ്പ് പിടിച്ചു പള്ളിയിലേക്ക് നിസ്കരിക്കാൻ നടന്നു പോകുന്നതാരാ? ഇനി റമളാൻ മാസം തറാവീഹിന്റെ മക്കളെ കൊണ്ടുപോകുന്നതാരാ? അതുകൊണ്ട് വാലൈക്കും അല്ലാത്തുദുഹ, നിങ്ങൾ എന്റെ മക്കളെ യതീമെന്ന് വിളിക്കല്ലേ, നിങ്ങൾ എന്റെ മക്കളെ ഉപദ്രവിക്കല്ലേ, എന്റെ മക്കളെ കഷ്ടപ്പെടുത്തല്ലേ എന്ന് പറയുമെങ്കിൽ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലാഹു തന്ന സുഖം മാത്രം മതിയല്ലോ. കള്ളും പെണ്ണും കഞ്ചാവും ആഡംബരവുമായി പടവങ്കോട് പള്ളിയുടെ അഹങ്കാരത്തോടെ മുഖം തിരിച്ചു കളയുന്ന ആധുനിക കാലഘട്ടത്തില് നരകത്തിന്റെ വക്താക്കളായി ജീവിക്കുന്നവരെ എത്രയോ കുടുംബത്തിൽ അല്ലാഹു ഇങ്ങനെയുള്ള ദുരിതങ്ങൾ കൊടുത്തു. ഇനി എന്നാണ് മോനെ നിന്റെ ഹൃദയം തുറക്കുന്നത്? കരിമ്പാറ കല്ലുകളെ പോലെ, പർവ്വത നിരകളെ പോലെ, പരിവർത്തനം വരാത്ത പാറക്കെട്ടുകളെ പോലെ ഉറച്ചുപോലെ മനസ്സും കൊണ്ട് റമളാൻ നിനക്ക് ഉപയോഗമില്ലോ, ശഅബാൻ നിനക്ക് ഉപയോഗമില്ലോ, ഈ രാത്രി നിനക്ക് ഉപയോഗമില്ല. അതുകൊണ്ട് എന്റെ സഹോദരിമാരെ, സീരിയലാണ് വലുതെങ്കിലും പൊയ്ക്കോ, സിനിമയാണ് വലുതെങ്കിലും പൊയ്ക്കോ, റിയാലിറ്റി ഷോയാണ് വലുതെങ്കിലും പൊയ്ക്കോ. അവര് കരഞ്ഞാലും ചിരിച്ചാലും അഭിനയിച്ചാലും അവരതിനുള്ള ശമ്പളം വാങ്ങി സുഖത്തോടെ ജീവിക്കുമ്പോ ആഹ്റവും ദുനിയാവും നഷ്ടപ്പെട്ട മൂരാച്ചികളായി മാറിപ്പോകല്ലേ ഉമ്മ. എത്ര കൊല്ലം കൊണ്ട് പറയുന്ന പെങ്ങള്, എത്ര നാളുകൊണ്ട് പറയുന്ന പെങ്ങള്, ഇനിയെങ്കിലും പരിവർത്തനത്തിന്റെ രാത്രിയായി ഇതിനെ സ്വീകരിച്ചുകൊണ്ട് നിന്റെ മനോമുഖരത്തെ നശിപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന പിശാചിനെ പുറം കാലുകൊണ്ട് വലിച്ചെറിഞ്ഞിട്ടോ അല്ലാഹുവിന്റെ പരിശുദ്ധ മുസല്ലകളെടുത്ത് പൊട്ടിക്കരഞ്ഞോ എന്റെ പടവങ്കോട്ടത്തെ പെങ്ങള്. ഏഴാമത് റൂഹ് പറയുന്നതെന്തെന്നറിയോ? ആ സന്തോക്ക് പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകുന്ന രംഗത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നടക്കുന്നവർക്ക് ധൃതിയാണ്, ചുമക്കുന്നവർക്ക് ധൃതിയാണ്, പക്ഷേ ആ സന്തോക്കിൽ കിടക്കുന്നവന്റെ രംഗം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എത്രയോ കൂട്ടുകാരെ കൊണ്ടുപോയി അടക്കിയില്ലേ, എത്രയോ പിഞ്ചു മക്കൾക്ക് വേണ്ടി കൊച്ചു കബർ വെട്ടിയില്ലേ. അല്ലാഹു ദുരിതങ്ങളെ തൊട്ട് സാക്ഷിയാകുന്നതിനെ തൊട്ട് റഹ്മാനായ റബ്ബ് കാത്തിരക്ഷിക്കട്ടെ. വാഹനം വെട്ടിപ്പൊളിച്ചിട്ട് കൈകാല് വലിച്ചൂരിയെടുക്കുന്നില്ലേ, വാഹനങ്ങൾ വെട്ടിപ്പൊളിച്ചിട്ട് അതിന്റെ അകത്ത് തലയറ്റ് കിടക്കുന്നവര്, കാലറ്റ് കിടക്കുന്നവര്, നെഞ്ചിലേക്ക് വാഹനത്തിന്റെ ഇരുമ്പ് കമ്പി തുളച്ചു കയറിയവര്, അല്ലാഹുവേ എത്ര ദുരന്തമാണ്. ടൂ വീലറിന്റെ മുകളിൽ കയറിയിരുന്നിട്ട് മൊബൈലിന്റെ ഹെഡ്സെറ്റ് ചെവിയിൽ വെച്ചിട്ട് ഹോം തിയേറ്ററിലൂടെ എന്റെ പ്രിയപ്പെട്ടവരെ വീട്ടിന്റെ കത്ത് FM ആസ്വദിക്കുന്ന പോലെ വാഹനത്തിന്റെ കത്ത് ക്ലബ് FM SFM എല്ലാം കേട്ടുകൊണ്ട് ആനന്ദ നൃത്തം ചവിട്ടുകെട്ട് റോഡിലൂടെ ബൈക്കോടിച്ച് പരക്കം പായുന്ന ചെറുപ്പക്കാരാ, ദുനിയാവ് മതിയോ മോനെ നിനക്ക്? ദുനിയാവ് മതിയോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്തെന്നറിയോ? ദുനിയാവ് ചത്തുപോയ നായയുടെ ശവത്തേക്കാൾ വൃത്തികെട്ടതാണ് യുവത്വമേ. അതുകൊണ്ട് സ്നേഹം നീ ഒരുപാട് കൊടുക്കേണ്ടത് ദുനിയാവിനല്ല, ആഖിറത്തിനാണ്. അത് മറക്കല്ലേ, മറക്കല്ലേ. ഏഴാമത് റൂഹ് നൊമ്പരപ്പെടുന്നത് എന്തെന്നറിയോ? ആ മയ്യത്ത് ചുമക്കുന്നവരോട്, ആ മയ്യത്തിന്റെ കൂടെ വരുന്നവരോട് ആ റൂഹ് പറയുന്നു, ലാ തൽഅബന്ന ബികുമുദ് ദുനിയാ കമാ യൽഅബനി. എന്ന ദുനിയാവ് തട്ടിക്കളിച്ചതുപോലെ നിങ്ങൾ ദുനിയാവിന് നിന്നു കൊടുക്കല്ലേ. എന്നെ ദുനിയാവ് നശിപ്പിച്ചു. പടവങ്കോട് പള്ളിയുടെ മുറ്റത്തിരുന്ന നൗസാദ് ബാക്കവി വാത് പറഞ്ഞപ്പോ അന്ന് രാത്രി ഞാൻ തീരുമാനിച്ചതാ, ഇനി കള്ളു കുടിക്കൂല, ഇനി വ്യഭിചരിക്കൂല, ഇനി സീരിയൽ കാണൂല എന്ന് അന്ന് രാത്രി തീരുമാനിച്ചതാണ്. പക്ഷേ പ്രസംഗത്തിന്റെ മുഴക്കമെല്ലാം കഴിഞ്ഞു വീട്ടിലേക്ക് ചെന്ന് അന്നത്തെ രാത്രി പുലർന്നപ്പോ എന്റെ മനസ്സിലുള്ള ഈമാൻ
മുഴുവനും എന്റെ ദുനിയാവ് കൊണ്ടുപോയി കേട്ടോ. അങ്ങനെ വീണ്ടും ഞാൻ കള്ളു കുടിച്ചു. കൂട്ടുകാരെങ്കിൽ വീട് വന്നപ്പോ വീണ്ടും ഞാൻ കള്ളു കുടിച്ചു. കൂട്ടുകാരന്റെ കല്യാണ തലേന്ന് എനിക്ക് കുടിക്കേണ്ടി വന്നു. വീണ്ടും അവസരം കിട്ടിയപ്പോ മൊബൈലിന്റെ അകപ്പിരുന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ബ്ലൂ ഫിലിമുകൾ ഞാൻ തിരിച്ചതിലേക്ക് കടത്തിപ്പോയി. അത് ദുനിയാവെന്നെ നശിപ്പിച്ചതിന്റെ തെളിവാണ്. അതുകൊണ്ട് എന്നെ നശിപ്പിച്ച ദുനിയാവ് എന്നെ ഇതാ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകുമ്പോ നിങ്ങളെങ്കിലും രക്ഷപ്പെടണേ. മയ്യത്ത് ചുമക്കുന്നവരെ, എന്നെ അടക്കിയിട്ട് ഓടാൻ ധൃതി വെച്ചിരിക്കുന്നവരെ, നിങ്ങളെങ്കിലും ദുനിയാവിന്റെ ചതിയിൽ നിന്ന് രക്ഷപ്പെടണേ. ആ മയ്യത്ത് നമ്മളോട് കാണിക്കുന്ന സ്നേഹം, ആ റൂഹ് നമ്മളോട് കാണിക്കുന്ന സ്നേഹം നമ്മളെ ഒരിക്കലും പിശാച് അനുവദിക്കൂല നന്മ ചെയ്യാൻ. അവസാനം ആ റൂഹ് മറ്റുള്ളവരോട് പറയുന്നു, ഞാൻ പെട്ടുപോയി, ഞാൻ കുടുങ്ങിപ്പോയി, ഞാൻ നശിച്ചു, നിങ്ങളെങ്കിലും രക്ഷപ്പെടണം. എട്ടാമത്, ആ പള്ളിക്കകത്ത് മയ്യത്ത് കൊണ്ട് വെക്കുമ്പോൾ പള്ളിയുടെ ഉസ്താദിന്റെ വക ഒരു ചെറിയ നസീഹത്തുണ്ടാകും. എന്താണ് പറയാ? കടബാധ്യത മയ്യത്തിനുണ്ട് എങ്കിൽ മക്കളുമായി ബന്ധപ്പെട്ടത് പരിഹരിക്കണം. കടമില്ലാത്തവര് കൈവക്കാൻ പറഞ്ഞാൽ വളരെ കുറവാണ്. 100 പേരിൽ 90 പേരും കൈവക്കും. കാരണം 50,000, 1 ലക്ഷം, 2 ലക്ഷം ഒക്കെ പലർക്കും കടം കൊടുക്കാനുണ്ട്. പലർക്കും പൈസ കൊടുക്കാൻ, വീട് വെച്ചതിന്റെ, മോളെ കെട്ടിച്ചതിന്റെ ഏറ്റവും അധികം കടം വരുന്നത് 3 കാര്യത്തിന്. 1 വീട് വെക്കുമ്പോ, 2 മോളെ കെട്ടിക്കുമ്പോ, 3 മാരകമായ രോഗം വരും. ഇത് 3ഉം പെട്ടെന്ന് നടക്കുന്ന കാര്യങ്ങൾ, നനച്ചിരിക്കാത്ത ചിലവുകളാണ്, ചിന്തിക്കുന്നതിനപ്പുറം ചെലവാകുന്ന സംഗതികളാണ്. അങ്ങനെ കടമുള്ളവർ മരണപ്പെട്ടാൽ ആ മയ്യത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു ദുആ പോലും സ്വീകരിക്കൂല എന്ന് ആരംഭപ്പുവായ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ, കടക്കാരായി ഞാനും നിങ്ങളും മരിച്ചാൽ എന്തൊരവസ്ഥയാണ് പ്രിയപ്പെട്ടവരെ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് കടമുണ്ടെങ്കിൽ നമ്മുടെ മയ്യത്തിന് രക്ഷയില്ല. ജീവിതകാലത്ത് അള്ളാഹുവേ കടം തീർത്തു മരിക്കാനുള്ള ദുആ ചെയ്തുകൊണ്ട് സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യണം. ഞാനും നിങ്ങളും വരുത്തി വെച്ച കടം നമ്മുടെ മക്കൾക്ക് തീർക്കാൻ പറ്റുന്നതാണ്, നമ്മുടെ കുടുംബത്തിന് തീർക്കാൻ പറ്റുന്നതാണോ? നമ്മൾ മരിച്ചാൽ ആര് തീർക്കും കടം? മരിച്ചാൽ അവിടെ തീരല്ലേ? എത്ര സ്നേഹമാണെങ്കിലും ഒരാഴ്ച കഴിയുമ്പോൾ എല്ലാം കഴിയും. പ്രിയപ്പെട്ടവരെ, തെങ്ങ് വീണ് മരണപ്പെട്ട എന്റെ ഒരു കൂട്ടുകാരന് വേണ്ടി ദുആ ചെയ്യാൻ മരിച്ച 4 ദിവസം തുടർച്ചയായി കൂട്ടുകാർ വിളിച്ചു പറഞ്ഞു. 5ന്റെ അന്ന് ഞാൻ ഫോൺ കോൾ പ്രതീക്ഷിച്ചു, അന്ന് വന്നില്ല. 6ന്റെ അന്ന് വിളിച്ചപ്പോ ഞാൻ ചോദിച്ചു, ഇന്നലെ വിളിക്കാൻ, ഇന്നലെ മറന്നുപോയി ഉസ്താദേ. മറന്നു തുടങ്ങി. 4 ദിവസമേ ആയുള്ളൂ. 40 ദിവസമാകുമ്പോ ആ ഓർമ്മ പോലും ഉണ്ടാവൂല. 40 മാസമായാലോ ആര് മരിച്ചു, എന്ന് മരിച്ചു എന്ന് ചോദിക്കും. അത്രേ ഉള്ളൂ ബന്ധം. നിങ്ങൾ തോളത്ത് കൈയിട്ട് കൊണ്ട് നടക്കുന്നവരും, നിങ്ങളെ നശിപ്പിക്കാനിരിക്കുന്നവരും, നിങ്ങളുടെ കൂടെ സിനിമയ്ക്ക് വന്നവരും, ഏറ്റവും വലിയ സ്നേഹബന്ധങ്ങൾ ഉള്ളവർക്ക് പോലും അവിടെ അവസാനമാണ്. അതൊക്കെ കഴിയുകയാണ്. പിന്നെ മരിച്ചവരെ കുറിച്ച് ചിന്തിച്ചിട്ട് എന്ത് കാര്യം എന്ന് പറഞ്ഞ് എല്ലാവരും അവൻ പോയത് പോയടാ എന്ന് പറഞ്ഞ് എല്ലാവരും പൊടിയും തട്ടി പോകുമ്പോ നീ ഒറ്റപ്പെട്ടു പോകും പ്രിയപ്പെട്ടവരെ. അതെല്ലാം കഴിഞ്ഞ് മയ്യത്ത് നിസ്കാരം കഴിയുമ്പോൾ കുറച്ചുപേര് നിസ്കാരം കഴിഞ്ഞ ഉടനെ ഇറങ്ങിപ്പോകുമല്ലോ. നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്നവരെ നോക്കിയിട്ട് ആ റൂഹ് പറയുന്നു, എവിടെയാണ് നിങ്ങൾ ഇറങ്ങി ഓടുന്നത്? ഒന്ന് സമാധാനത്തോടെ ഇരിക്കണേ, എനിക്ക് കിടക്കാനുള്ള വീടൊന്ന് കണ്ടിട്ട് പോണേ. വലിയ മാളിക വെക്കാൻ കൊതിച്ചുകൊണ്ട് ഞാൻ കെട്ടിയ വീട് നിങ്ങൾ കണ്ടതല്ലേ? എന്നിട്ട് ഇന്നു മുതൽ എനിക്ക് കിടക്കാനുള്ള വീട് നിങ്ങളൊന്ന് കണ്ടിട്ട് പോടേ. അവസാനം എന്റെ പ്രിയപ്പെട്ടവരെ, ആ മയ്യത്തിനെ കൊണ്ടുവന്ന് ഖബറിന്റെ അകത്തേക്ക് ഇറക്കി വെക്കുമ്പോ ആ മയ്യത്തിനെ ഇറക്കി വെച്ചിട്ട് ആ മയ്യത്തിനെ പലക നിരത്തുമ്പോ ആ റൂഹ് വിളിച്ചു പറയുന്നു, എന്നെ നിങ്ങൾ മറക്കല്ലേ, ഞാൻ സമ്പാദിച്ചത് മുഴുവനും ദുനിയാവിലാണ്, ഞാൻ വെച്ച വീട് ദുനിയാവിലാണ്, ഞാൻ വളർത്തിയ മക്കള് ഭൂമിയുടെ തൊലിക്ക് പുറത്താണ്, ഞാൻ ഭൂമിയുടെ അകത്താണ്. അതുകൊണ്ട് എന്നെ നിങ്ങൾ മറക്കല്ലേ, വല്ലപ്പോഴും എന്റെ ഖബറിന്റെ ചാര നിങ്ങൾ വരണേ. 10ാമത് നമ്മുടെ റൂഹ് പറയുന്നത് മണ്ണ് വാരിയിടുന്ന സമയത്താണ്. ലാ തൻസാനി അന്ദുആയിക്കു, മണ്ണ് വാരിയിടുന്നവരെ എനിക്ക് വേണ്ടി
വേണ്ടി ദുആ ചെയ്യാം, നിങ്ങൾ മറക്കല്ലേ. എനിക്ക് വേണ്ടി ദുആ ചെയ്യാൻ മറക്കല്ലേ. ആകെ പ്രതീക്ഷ ദുആയാണ്, അതെങ്കിലും ചെയ്യണേ. ഇന്ന് മരിച്ചവർക്ക് ദുആ ചെയ്യണ്ടെന്ന് പറയുന്ന മക്കള് പടവങ്കോട് വളർന്നു വരാൻ പോവാണ്. നിങ്ങൾക്ക് ദീൻ വേണ്ടെങ്കിൽ അങ്ങനെ തന്നെ വരും പ്രിയപ്പെട്ടവരെ. നിങ്ങൾക്ക് ഹദ്ദാദ് റാത്തീബ് വേണ്ടെങ്കിൽ, നിങ്ങൾക്ക് സലാത്ത് വേണ്ടെങ്കിൽ, നിങ്ങൾക്ക് ദിക്ർ വേണ്ടെങ്കിൽ, നിങ്ങൾക്ക് ജമാഅത്ത് നിസ്കാരം വേണ്ടെങ്കിൽ, അതേ ഒരു വിഭാഗം പിശാചിന്റെ വക്താക്കൾ വരാൻ പോവുകയാ. മാതാപിതാക്കൾ മരിച്ചാൽ അവർക്ക് വേണ്ടി ദുആ ചെയ്യണ്ട. അങ്ങനെയുള്ള മക്കൾ പടവം